ഹായ് എവരി വൺ, I+ ട്രെയിനിങ് സൊല്യൂഷൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു ക്ലാസ്സിലേക്കാണ് പോകുന്നത്. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളുടെ ക്ലാസിക്കൽ സോഷ്യോളജിക്കൽ ട്രഡീഷൻസ് എന്ന് പറയുന്ന ഒരു പോർഷൻ കംപ്ലീറ്റ് ചെയ്തിരുന്നു. ഇനിയും അതിൻ്റെ നെക്സ്റ്റ് ഫേസ് ആയിട്ടുള്ള സോഷ്യോളജിക്കൽ തിയറിയിലെ തന്നെ നെക്സ്റ്റ് ഫേസ് ആയിട്ടുള്ള സ്ട്രക്ചറലിസം ആൻഡ് സ്ട്രക്ചറൽ ഫങ്ഷണലിസം, ആ ഒരു പോർഷനാണ് നമ്മളിനി എടുക്കാൻ പോകുന്നത്. നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ ക്ലാസിക്കൽ സോഷ്യോളജിക്കൽ ട്രഡീഷൻസിൽ 3 സോഷ്യോളജിസ്റ്റുകളെ പഠിച്ചിരുന്നു: കാർൽ മാക്സ്, മാക്സ് വെബർ ആൻഡ് എമിൽ ഡർക്കീം. ഇനി നെക്സ്റ്റ് ഈ ഒരു പർട്ടിക്കുലർ പോർഷനിൽ നമ്മൾ പഠിക്കാനുള്ളത് മെയിനായിട്ട് 5 സോഷ്യോളജിസ്റ്റുകളെയാണ്. അത് ഓരോരുത്തരായിട്ട് നമുക്ക് പരിചയപ്പെടാം. ഇതിൽ റാഡ്ക്ലിഫ് ബ്രൗൺ ഉണ്ട്, അതുപോലെ തന്നെ ടാൽകോട്ട് പാഴ്സൺസ് ഉണ്ട്, ദെൻ റോബർട്ട് കെ മെർട്ടൺ. അങ്ങനെ ഒരു 5ഓളം സോഷ്യോളജിസ്റ്റുകളെ നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ചാപ്റ്ററിൽ പരിചയപ്പെടാറുണ്ട്. സോ നമുക്ക് 1 by 1 നമുക്ക് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ വേണമല്ലോ, എന്താണ് ഈ സ്ട്രക്ചറൽ ഫങ്ഷണലിസം ആൻഡ് സ്ട്രക്ചറലിസം എന്ന് പറയുന്നത്. So the concept of structure and function was first given by Herbert Spencer in his book Principles of Sociology. Principles of Sociology എന്ന് പറയുന്ന ഒരു ബുക്കിൽ സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള ഹെർബർട്ട് സ്പെൻസർ ആണ് ആദ്യമായിട്ട് ഈ ഒരു കൺസെപ്റ്റിനെ പരിചയപ്പെടുത്തുന്നത്. സോഷ്യോളജിയുടെ വേൾഡിലേക്ക് ഈ ഒരു കൺസെപ്റ്റിനെ പരിചയപ്പെടുത്തുന്നത്, സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ. Structural functionalism is a macro theory that looks at how all structures of or institutions in society work together. അതായത് സ്ട്രക്ചറൽ ഫങ്ഷണലിസം എന്ന് പറയുന്നത് ഒരു മാക്രോ ലെവൽ തിയറിയാണ്. മാക്രോ മീൻസ് സംതിങ് വിച്ച് ഇസ് ബിഗ്. ഒരു മാക്രോ ലെവൽ രണ്ടെണ്ണം ഉണ്ടല്ലോ, മൈക്രോ ഉണ്ട്, മാക്രോ ഉണ്ട്. സ്ട്രക്ചറൽ ഫങ്ഷണലിസം എന്ന് പറയുന്നത് ഒരു മാക്രോ ലെവൽ തിയറിയാണ്. ഓക്കെ, ദാറ്റ് ലുക്സ് അറ്റ് ഹൗ ഓൾ സ്ട്രക്ചേഴ്സ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ സൊസൈറ്റി വർക്ക്സ് ടുഗദർ. ഒരു സൊസൈറ്റിയിലെ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ അല്ലെങ്കിൽ സ്ട്രക്ചേഴ്സ് എങ്ങനെ വർക്ക് ചെയ്യും എന്ന് ഒരു മാക്രോ ലെവലിൽ അനലൈസ് ചെയ്യുന്ന തിയറിയാണ് സ്ട്രക്ചറൽ ഫങ്ഷണലിസം. ഓക്കെ, എക്സാമ്പിൾസ് ഓഫ് സ്ട്രക്ചേഴ്സ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് സൊസൈറ്റി ഇൻക്ലൂഡ് എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, ഫാമിലി, ലീഗൽ സിസ്റ്റം, എക്കോണമി ആൻഡ് റിലീജിയൻ. നമ്മുടെ സൊസൈറ്റിയിലെ സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നതിന് എക്സാമ്പിൾസ് ആയിട്ടുള്ളതാണ് എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, ഫാമിലി, ലീഗൽ സിസ്റ്റം, എക്കോണമി. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു സ്ട്രക്ചേഴ്സ് ഒരു സൊസൈറ്റിയിൽ എങ്ങനെ കമ്പൈൻ ആയിട്ട് വർക്ക് ചെയ്യുന്നു എന്ന് മാക്രോ ലെവലിൽ പഠിക്കുന്ന ഒരു തിയറിയാണ് സ്ട്രക്ചറൽ ഫങ്ഷണലിസം. ക്ലിയർ? സോ സൊസൈറ്റി ഈസ് സീൻ ആസ് ആൻ ഇൻ്റഗ്രേറ്റഡ് ഓൾ വെയർ ഓൾ ആർ കണക്റ്റഡ്. അതായത് സൊസൈറ്റി എന്ന് പറയുന്നത് ഒരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഹോൾ സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിൽ പല പാർട്ടുകളുണ്ട്. ആ പാർട്ടുകളെല്ലാം കമ്പൈൻ ചെയ്ത് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതാണ് സൊസൈറ്റി. ഇതെല്ലാം ഇന്റർ കണക്റ്റഡുമാണ്. ഒരു പാർട്ട് മറ്റൊരു പാർട്ടുമായിട്ട് ഇന്റർ കണക്റ്റഡ് ആണ്. അതായത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് ഇന്റർ കണക്റ്റഡ് ആണ്. അപ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ഈ ഒരു സ്ട്രക്ചേഴ്സ് എല്ലാം കൃത്യമായിട്ട് ഫങ്ഷൻ ചെയ്യുമ്പോഴാണ് ഒരു സൊസൈറ്റി ഹോളായിട്ട് ഫങ്ഷൻ ചെയ്യുന്നത്. അതാണ് പറയുന്നത് സൊസൈറ്റി സീൻ ആസ് ആൻ ഇൻ്റഗ്രേറ്റഡ് ഹോൾ. ഇൻ്റഗ്രേറ്റഡ് ഹോൾ ആയിട്ടാണ് സൊസൈറ്റിയെ കാണുന്നത്. ഓക്കെ, so every structure in society works together to play a vital function to maintain stability and the well-being of its members. അപ്പോൾ ഒരു സൊസൈറ്റിയിലെ എല്ലാ സ്ട്രക്ചറും ഒന്നും വിടാതെ കൃത്യമായിട്ട് എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യും. എന്തിനു വേണ്ടി? ആ സൊസൈറ്റിയിലെ മെമ്പേഴ്സിന്റെ വെൽബീയിങ്ങിന് വേണ്ടി. ഓക്കെ, ദിസ് തിയറി ഫോക്കസ് ഓൺ ദ റോൾസ് പീപ്പിൾ പെർഫോം ആൻഡ് ദ ഐഡിയ ദാറ്റ് ബിഹേവിയർ ഫോളോസ് എസ്റ്റാബ്ലിഷ്ഡ് നോംസ് വിച്ച് ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ സോഷ്യൽ ഓർഡർ. അപ്പോൾ ഈ ഒരു തിയറി ഫോക്കസ് ചെയ്യുന്ന എന്തിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരുടെ പെർഫോമിൽ അല്ലെങ്കിൽ ആൾക്കാർ ചെയ്യുന്ന ആക്ടിവിറ്റീസിലും അവരെവിടെ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്ന ഒരു എസ്റ്റാബ്ലിഷ്ഡ് നോംസ് ഉണ്ട്. ആ നോംസും ഈ ആൾക്കാരുടെ ഫങ്ഷനും അല്ലെങ്കിൽ ഈ ആൾക്കാരുടെ പെർഫോമൻസും ആണ് ഒരു സൊസൈറ്റിയുടെ സോഷ്യൽ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ അതിലേക്കാണ് ഈ ഒരു തിയറി ഫോക്കസ് ചെയ്യുന്നത്, ആൾക്കാരുടെ പെർഫോമും അതുപോലെ തന്നെ എസ്റ്റാബ്ലിഷ്ഡ് നോംസും. Then next, the institutions and the people are interconnected. When something shifts either in the institutions or in the people, the other has to change or compensate to restore the equilibrium. അപ്പം ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉണ്ട്, പീപ്പിൾസും ഉണ്ട് ഒരു സൊസൈറ്റിയിൽ. അപ്പോൾ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസോ പീപ്പിളോ, എയ്തർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓർ ദ പീപ്പിൾ, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ചേഞ്ച് ആയാൽ സ്വാഭാവികമായിട്ടും ഏതും ചേഞ്ച് ആവും, മറ്റ് വശത്ത് നിൽക്കുന്നതും ചേഞ്ച് ആവും. ഇപ്പോൾ പീപ്പിളാണ് ചേഞ്ച് ആവുന്നതെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനും അതിനനുസരിച്ച് ചേഞ്ച് ആവും. ഇത് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടു മെയിൻറ്റെയിൻ ദ ഇക്വിലിബ്രിയം. ആ ഒരു ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ്. ഇപ്പം ഒരേ രീതിയിൽ പോകുന്ന ഒരെണ്ണം ഇപ്പം കുറച്ച് കയറിയെന്ന് വെച്ചോ, അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റേതും കയറും. ആ ഒരു ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി. അതാണ് സൊസൈറ്റിയിൽ നടക്കുന്നത്. സോ ഇറ്റ് ക്യാൻ ഹെൽപ്സ് ടു തിങ്ക് ഓഫ് ഇറ്റ്സ് വേ. ഇത് മെയിനായിട്ട് നമ്മൾ ഇത് ചിന്തിച്ചെടുക്കേണ്ടത് ഒരു രീതിയിൽ ആണ്. അതായത് ഫങ്ഷണലിസ്റ്റ് കമ്പയർ സൊസൈറ്റി ടു ദ ഹ്യൂമൻ ബോഡി. ഈച്ച് പാർട്ട് ഓഫ് സൊസൈറ്റി സെർവ്സ് ആസ് എ ഫങ്ഷൻ ജസ്റ്റ് ലൈക്ക് അവർ ഓർഗൻസ് ഡു. ഫങ്ഷണലിസ്റ്റുകൾ, ഓക്കെ, സോ ഫങ്ഷണലിസ്റ്റുകൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് നമ്മളുടെ സൊസൈറ്റിയെ കമ്പയർ ചെയ്യുന്നത് ഹ്യൂമൻ ബോഡിയുമായിട്ടാണ്. അതായത് നമ്മളുടെ ഹ്യൂമൻ ബോഡിയിൽ ഓരോ പാർട്ടും ഉണ്ട്, നമുക്ക് ഓരോ ഓർഗൻസ് ഉണ്ട്. ആ ഓർഗൻസിനെ ഓരോ സ്ട്രക്ചേഴ്സ് ആയിട്ടാണ് ഇവർ കൺസിഡർ ചെയ്യുന്നത്. അതായത് ഫങ്ഷണലിസ്റ്റ് കമ്പയർ സൊസൈറ്റി ടു ദ ഹ്യൂമൻ ബോഡി. ഈച്ച് പാർട്ട് ഓഫ് ദ സൊസൈറ്റി
saves a function just like our organs do. നമ്മളുടെ ഓർഗൻസ്, നമുക്കിപ്പോൾ എന്തൊക്കെ ഒരുപാട് ഓർഗൻസ് ഉണ്ട്, ഹാർട്ട് ഉണ്ട്, കിഡ്നി ഉണ്ട്, നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ ഒരുപാട് ഓർഗൻസ് ഉണ്ട്. ആ ഓർഗൻസ് ഫങ്ഷൻസ് ചെയ്യുന്നത് പോലെയാണ് ഒരു സൊസൈറ്റിയിൽ ഓരോ സ്ട്രക്ചേഴ്സും ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ കമ്പൈൻ ആയിട്ട് ഈ ഒരു സ്ട്രക്ചർ, എല്ലാ സ്ട്രക്ചറും ഒരുപോലെ വർക്ക് ചെയ്യുമ്പോഴാണ് ആ ഒരു സൊസൈറ്റി നല്ലൊരു രീതിയിൽ സ്റ്റെബിലിറ്റിയിൽ പോകുന്നത്. നമ്മുടെ ഹ്യൂമൻ ബോഡി പോലെ തന്നെ നമ്മളുടെ ഏത് ഓർഗൻ ഉണ്ടെങ്കിലും ആ ഓർഗൻ എല്ലാം കൃത്യമായിട്ട് ഫങ്ഷൻ ചെയ്യുമ്പോഴാണല്ലോ നമ്മുടെ ഹ്യൂമൻ ബോഡിക്ക് ഒരു അർത്ഥം ഉണ്ടാകുന്നത്. സോ അതുപോലാണ് സൊസൈറ്റി. ഇത് പറയുന്നത് ഫങ്ഷണലിസ്റ്റുകളാണ് ഇതിലേക്ക് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, so structuralism and functionalism are both theoretical perspectives between which a lot of differences can be identified. So structuralism, functionalism രണ്ട് തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ്സ് ആണ്. കേൾക്കുമ്പോൾ നമുക്ക് ഒരുപോലെ തോന്നുമെങ്കിലും ഏകദേശം കണ്ടന്റ് ഏകദേശം സെയിം ആയിട്ട് വരുന്നെങ്കിലും അതിൽ ഒരുപാട് ഡിഫറൻസുകൾ വരുന്നുണ്ട്. അതായത് സ്ട്രക്ചറലിസം എംഫസൈസസ് ദാറ്റ് ഡിഫറെന്റ് എലമെന്റ്സ് ആർ കണക്റ്റഡ് ആൻഡ് ആർ a part of a great structure. This structure can be observed within the society, in cultures and in the very concept of language. So structuralism മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ സൊസൈറ്റിയിലെ തന്നെ ഡിഫറെന്റ് എലമെന്റ്സ് ആർ കണക്റ്റഡ് ആൻഡ് ആർ പാർട്ട് ഓഫ് ഗ്രേറ്റ് സ്ട്രക്ചർ. നമ്മുടെ സൊസൈറ്റിയിലെ പല എലമെന്റ്സും കണക്ട് ചെയ്ത് നമ്മുടെ സൊസൈറ്റി ഹോൾ ആയിട്ട് ഒരു സ്ട്രക്ചർ ആയിട്ട് മാറുന്നുണ്ട്. ആ ഒരു സ്ട്രക്ചറിലാണ് സ്ട്രക്ചറലിസം എംഫസൈസ് ചെയ്യുന്നത്. ദിസ് സ്ട്രക്ചർ ക്യാൻ ബി ഒബ്സർവ്ഡ് വിത്തിൻ ദ സൊസൈറ്റി. നമ്മുടെ ഈ ഒരു സൊസൈറ്റിക്കുള്ളിൽ തന്നെ ഈ ഒരു സ്ട്രക്ചർ ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഇൻ കൾച്ചേഴ്സ് ആൻഡ് ഇൻ ദ വെരി കൺസെപ്റ്റ് ഓഫ് ലാംഗ്വേജ് പരമായിട്ടും കൾച്ചർ പരമായിട്ടും എല്ലാം നമുക്ക് ഈ ഒരു സ്ട്രക്ചർ അനലൈസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യാൻ പറ്റും. സ്ട്രക്ചറലിസം മെയിൻ ആയിട്ട് ആ ഹോൾ സ്ട്രക്ചറിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, ഒരു സൊസൈറ്റിയിൽ പല എലമെന്റ്സ് ചേർന്നുണ്ടാകുന്ന ആ ഒരു ഹോൾ എലമെന്റ് അല്ലെങ്കിൽ ആ ഒരു ഹോൾ സ്ട്രക്ചറിനാണ് സ്ട്രക്ചറലിസം ഫോക്കസ് കൊടുക്കുന്നത്. അതേസമയം നമ്മൾ തൊട്ട് മുമ്പ് പറയുന്നത് പോലെ ഫങ്ഷണലിസം അല്ലെങ്കിൽ ഫങ്ഷണലിസ്റ്റുകൾ ഹൈലൈറ്റ് ദാറ്റ് എവറി എലമെന്റ് ഓഫ് ദ സൊസൈറ്റി ഹാസ് ഇറ്റ്സ് ഓൺ ഫങ്ഷൻ. ഒരു സൊസൈറ്റിയിലെ ഓരോ എലമെന്റിനും ഓരോ ഫങ്ഷൻ ഉണ്ട്. ആ ഓരോ എലമെന്റിലാണ് അല്ലെങ്കിൽ ആ എലമെന്റ് ചെയ്യുന്ന ഫങ്ഷനിലാണ് ഫങ്ഷണലിസം ഫോക്കസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ദ ഇന്റർഡിപെൻഡൻസ് ഓഫ് ഡിഫറെന്റ് ഫങ്ഷൻസ് ദാറ്റ് ലീഡ് ടു ദ സക്സസ്ഫുൾ മെയിൻ്റെനൻസ് ഓഫ് ദ സൊസൈറ്റി. അതായത് ഈച്ച് എലമെന്റ് അവർ ചെയ്യുന്ന ആ ഡിഫറെന്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് കാരണം ആണ്, ആ ഫങ്ഷൻസ് കമ്പൈൻ ചെയ്യുമ്പോഴാണ് ഒരു സൊസൈറ്റി സക്സസ്ഫുള്ളി മെയിൻ്റെനൻസ് അല്ലെങ്കിൽ സക്സസ്ഫുള്ളി അത് ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് പോകുന്നത്. സോ ആ ഈച്ച് പാർട്ടിന്റെ ഫങ്ഷൻസിലാണ് ഫങ്ഷണലിസം ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്ട്രക്ചറലിസം മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന ആ ഹോൾ സ്ട്രക്ചർ എങ്ങനെ പോകുന്നു എന്നതിലാണ്. അപ്പം സ്ട്രക്ചറലിസം ദ ഹോൾ സ്ട്രക്ചർ, ഫങ്ഷണലിസം ഫോക്കസ് ഓൺ ദ ഫങ്ഷൻസ് ഓഫ് ദ ഈച്ച് എലമെന്റ് ഒരു സൊസൈറ്റിയിൽ. അപ്പോൾ ഇതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ളൊരു ഡിഫറൻസ്. So both structuralism and functionalism are considered as theoretical perspectives in a number of social sciences such as sociology, psychology, anthropology and so on so forth. So സോഷ്യോളജിയിൽ മാത്രമല്ല നമ്മൾ ഈ സ്ട്രക്ചറലിസം ആൻഡ് ഫങ്ഷണലിസം പഠിക്കുന്നത്. സൈക്കോളജി, ആന്ത്രോപോളജി അതുപോലുള്ള മറ്റ് സോഷ്യൽ സയൻസിലും നമ്മളിത് പഠിക്കുന്നുണ്ട്. അത്ര ഇമ്പോർട്ടൻസ് ഉള്ള ഒരു തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ് ആണ്. ഓക്കെ, both structuralists and functionalists emphasize that elements are interconnected, but the manner in which they are connected is analyzed differently. സ്ട്രക്ചറലിസ്റ്റുകളാണെങ്കിലും ഫങ്ഷണലിസ്റ്റുകളാണെങ്കിലും ഇവർ രണ്ടുപേരും എംഫസൈസ് ചെയ്യുന്നത് നമ്മുടെ സൊസൈറ്റിയിൽ എലമെന്റ്സ് ഇന്റർകണക്ട് ചെയ്താണ്, പല പല എലമെന്റുകൾ ഇന്റർകണക്ട് ചെയ്താണ് സൊസൈറ്റി ഉണ്ടാകുന്നത്. ഇത് രണ്ടുപേരും പറയുന്നുണ്ട്. ഫങ്ഷണലിസ്റ്റുകളും പറയുന്നുണ്ട്, സ്ട്രക്ചറലിസ്റ്റുകളും പറയുന്നുണ്ട്. പക്ഷേ ഏത് രീതിയിലാണ് ഇത് കണക്റ്റഡ് ആവുന്നത്, എന്തിലാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അതിൻ്റെ ഒരു മോഡിലാണ് ഇത് രണ്ടും ഡിഫറൻസ് ഉണ്ടാക്കുന്നത്, സ്ട്രക്ചറലിസവും ഫങ്ഷണലിസവും. സോ രണ്ടും മെയിൻ ആയിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഒരു സൊസൈറ്റിയിൽ പല എലമെന്റ്സ് ഇന്റർകണക്റ്റഡ് ആയിട്ടാണ് ഒരു സൊസൈറ്റി ഉണ്ടാകുന്നത്, സ്റ്റെബിലിറ്റിയിൽ പോകുന്നത്. അത് ഏത് രീതിയിലാണ് ഇന്റർകണക്റ്റഡ് ആവുന്നത് എന്നാണ് ഇതിൽ ഡിഫറൻസ് ഉണ്ടാക്കുന്നത്. സ്ട്രക്ചറലിസം മെയിൻ ആയിട്ട് സ്ട്രക്ചറിലാണ് ഫോക്കസ് കൊടുക്കുന്നത്. ഫങ്ഷണലിസ്റ്റുകൾ ഓരോ എലമെന്റ്സിന്റെ മെയിൻ ആയിട്ടുള്ള ഈച്ച് ആൻഡ് എവരി ഫങ്ഷൻസ് ഓഫ് ദ എലമെന്റ്സ്, ഓരോ എലമെന്റ്സിന്റെയും ഫങ്ഷൻസിലാണ് ഇവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഫങ്ഷണലിസം. സോ രണ്ട് രീതിയിലാണ് പഠിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ഈ ഒരു സ്ട്രക്ചറലിസം ആൻഡ് സ്ട്രക്ചറൽ ഫങ്ഷണലിസം ഈ ഒരു പർട്ടിക്കുലർ പോർഷനിൽ നമുക്ക് പഠിക്കാനുള്ള സോഷ്യോളജിസ്റ്റുകൾ മെയിനായിട്ട് ബ്രോണിസ്ലോ, മെലിനോവ്സ്കി, എ. റാഡ്ക്ലിഫ് ബ്രൗൺ, ആൽബർട്ട് പാഴ്സൺസ്, റോബർട്ട് കെ മേർട്ടൺ, ക്ലോഡി ലെവി-സ്ട്രോസ്. അപ്പോൾ ഈ 5 സോഷ്യോളജിസ്റ്റുകൾ ചേരുന്നതാണ് നമ്മുടെ സ്ട്രക്ചറലിസം ആൻഡ് സ്ട്രക്ചറൽ ഫങ്ഷണലിസം. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ സോഷ്യോളജിസ്റ്റുകളായിട്ട് പരിചയപ്പെടാം. നമ്മൾ കഴിഞ്ഞ ഒരു പോർഷൻ പഠിച്ചതുപോലെ തന്നെ ഈ പോർഷൻ ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് പോവാം. സോ ഒരു ഓർഡറിൽ തന്നെ നമുക്ക് പോവാം. ഫസ്റ്റ് വൺ ബ്രോണിസ്ലോ, മെലിനോവ്സ്കിയെ നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. സോ ഫസ്റ്റ് നമുക്ക് മെലിനോവ്സ്കിയെ പറ്റി നോക്കാം. ബ്രോണിസ്ലോ കാസ്പർ മെലിനോവ്സ്കി, അതാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര്. ബ്രോണിസ്ലോ കാസ്പർ മെലിനോവ്സ്കി. അദ്ദേഹം April 7, 1884 ജനിച്ചു. May 16, 1942 മരിക്കുന്നു.
സോ അദ്ദേഹം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹീസ് എ പോളിഷ് ആന്ത്രപ്പോളജിസ്റ്റ് വൈഡ്ലി കൺസിഡർഡ് ടു ബി വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആന്ത്രപ്പോളജിസ്റ്റ് ഓഫ് ദ 20th സെഞ്ചുറി. 20th സെഞ്ചുറിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആന്ത്രോപോളജിസ്റ്റ് ആണ്, പോളിഷ് ആന്ത്രോപോളജിസ്റ്റ് ആണ് മലിനോസ്കി. മലിനോസ്കി ആണ് ഇൻ ഡെവലപ്പിംഗ് ദ ഫീൽഡ് ഓഫ് കൾച്ചറൽ ആന്ത്രോപോളജി. അദ്ദേഹം മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അദ്ദേഹം ഫീൽഡ് ഓഫ് കൾച്ചറൽ ആന്ത്രോപോളജിയിൽ വളരെ അഗ്രഗണ്യനായിട്ടുള്ള ഒരു സോഷ്യോളജിസ്റ്റ് ആയിരുന്നു മെലിനോസ്കി. ഓക്കെ, ടുഗദർ വിത്ത് ഹിസ് കൊളീഗ് ആൻഡ് സംടൈംസ് റൈവൽ Radcliffe Brown, they established the methodological foundations of ethnographic fieldwork and theoretical analysis that have come to define the discipline. സോ അദ്ദേഹത്തിൻ്റെ കൊളീഗ് ആയിരുന്നു, അതുപോലെ തന്നെ സംടൈംസ് റൈവൽ, ആശയപരമായിട്ട് എതിർപ്പും പ്രകടിപ്പിച്ചിരുന്ന, ചില നേരങ്ങളിൽ ആശയപരമായിട്ട് എതിർപ്പും പ്രകടിപ്പിച്ചിരുന്ന മറ്റൊരു സോഷ്യോളജിസ്റ്റുകളായിരുന്നു റാഡ്ക്ലിഫ് ബ്രൗൺ. സോ ഇവർ രണ്ടുപേരും ചേർന്നാണ് എന്ത് കണ്ടെത്തിയത്? മെത്തഡോളജിക്കൽ ഫൗണ്ടേഷൻസ് ഓഫ് എത്നോഗ്രാഫിക് ഫീൽഡ് വർക്ക്. എത്നോഗ്രാഫിക് ഫീൽഡ് വർക്ക് എന്ന് പറയുന്ന ആ ഒരു മോഡ് ഓഫ് സ്റ്റഡിക്ക് ഫൗണ്ടേഷൻസ്, മെത്തഡോളജിക്കൽ ഫൗണ്ടേഷൻസ് കൊടുത്ത രണ്ട് വ്യക്തികളാണ് മലിനോസ്കിയും റാഡ്ക്ലിഫ് ബ്രൗണും. ഓക്കെ, എത്നോഗ്രാഫിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ കൂടെ സയൻറ്റിഫിക് ആയിട്ട് ആൾക്കാരെ പറ്റിയും അവരുടെ കൾച്ചറിനെ പറ്റിയൊക്കെ പഠിക്കുന്ന ആ ഒരു സ്റ്റഡിയാണ് എത്നോഗ്രാഫിക് ഫീൽഡ് വർക്ക് എന്ന് നമ്മൾ പറയുന്നത്. അതിന് നേതൃത്വം കൊടുത്ത അല്ലെങ്കിൽ അതിന് ഫൗണ്ടേഷൻസ്, മെത്തഡോളജിക്കൽ ആയിട്ടുള്ള ഫൗണ്ടേഷൻസ് കൊടുത്ത രണ്ട് വ്യക്തികളാണ് മലിനോസ്കിയും റാഡ്ക്ലിഫ് ബ്രൗണും. So Malinowski in the study of culture acted as an originator of a functionalist approach. So ഇതിൽ നിന്ന് പറയുന്നത് മലിനോസ്കി അദ്ദേഹത്തിൻ്റെ കൾച്ചറിനെ പറ്റിയുള്ള ഒരു സ്റ്റഡിയിൽ അദ്ദേഹം ഫോളോ ചെയ്ത അപ്രോച്ച് ഫങ്ഷണലിസ്റ്റ് അപ്രോച്ചാണ്. കൾച്ചറിൽ മാത്രമല്ല, തൊട്ട് താഴെ പറയുന്ന അതാണ്, ദ ഫങ്ഷൻ ഈസ് ദ key idea throughout his work, from his initial insightful research on an Australian native family to his final theoretical statement in a scientific theory of a culture. So അദ്ദേഹത്തിൻ്റെ ഇനിഷ്യൽ തിയററ്റിക്കൽ വർക്ക് മുതൽ ഫൈനൽ തിയററ്റിക്കൽ വർക്ക് വരെ അദ്ദേഹം ഫോളോ ചെയ്തത് ഒരു ഫങ്ഷണലിസ്റ്റ് അപ്രോച്ചാണ്. ഫങ്ഷനാണ് അദ്ദേഹം ഒരു കീ ഐഡിയ ആയിട്ട് അദ്ദേഹത്തിൻ്റെ വർക്കിലുടനീളം ത്രൂ ഔട്ട് മെയിൻറ്റെയിൻ ചെയ്തത്. The term was used as an exploratory and a subject of ceaseless change. അതായത് കൾച്ചറിനെ പറ്റി പറയുന്നതാണ് ഇനി പറയുന്നത്. The term was used as an exploratory. ആ ടേം എന്ന് പറയുന്നത് വളരെ എക്സ്പ്ലോറേറ്ററി ആണ്. ഫർദർ ഇൻവെസ്റ്റിഗേഷൻസിന് വിധേയം ആക്കാൻ പറ്റുന്ന രീതിയിൽ അത്ര എക്സ്പ്ലോറേറ്ററി ആയിട്ടുള്ളതും ആൻഡ് സബ്ജക്റ്റ് ഓഫ് സീസ്ലെസ് ചേഞ്ച്. സീസ്ലെസ് ആയിട്ടുള്ള ചേഞ്ച്. സീസ്ലെസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരിക്കലും നിലയ്ക്കാത്ത രീതിയിലുള്ള ചേഞ്ച് ആണ് ഈ ഒരു കൾച്ചറിനുള്ളത്. അത് ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടേ ഇരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. ആൻഡ് ബിലീവ്ഡ് കൾച്ചർ ആസ് എ കളക്ഷൻ ഓഫ് ഏൻഷ്യന്റ് ഐറ്റംസ് ആൻഡ് ട്രഡീഷൻസ് ത്രൂ which people are shaped and social groups maintains its integration. സോ അദ്ദേഹം കൾച്ചറിനെ വിശ്വസിച്ചിരുന്നത് അത് ഒരു കളക്ഷൻ ഓഫ് ഏൻഷ്യന്റ് ഐറ്റംസ് ആണ്. ഏൻഷ്യന്റ് ഐറ്റംസിൻ്റെ ഒരു കളക്ഷനും ട്രഡീഷൻസും. ഈ ഒരു ട്രഡീഷൻസും ഈ ഒരു കളക്ഷനും ആണ് എന്ത്, വിച്ച് പീപ്പിൾ ആർ ഷേപ്ഡ്. ഈ ഒരു കാര്യമാണ് പീപ്പിളിനെ ഷേപ്പ് ചെയ്യുന്നതും സോഷ്യൽ ഗ്രൂപ്പ്സ് ഉണ്ടാക്കുന്നതും അതുവഴി ഇൻ്റഗ്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതും. അപ്പം അദ്ദേഹം കൾച്ചറിനെ വിശ്വസിച്ചിരുന്നത് കളക്ഷൻ ഓഫ് ഏൻഷ്യന്റ് ഐറ്റംസ് ആൻഡ് ട്രഡീഷൻസ് ത്രൂ വിച്ച് പീപ്പിൾ ആർ ഷേപ്ഡ്. ഇതിലൂടെയാണ് പീപ്പിൾസ് ഷേപ്പ് ചെയ്യപ്പെടുന്നതും ആൻഡ് സോഷ്യൽ ഗ്രൂപ്പ്സ് മെയിൻറ്റെയിൻസ് ഇറ്റ് ഇൻ്റഗ്രേഷൻ. സോഷ്യൽ ഗ്രൂപ്പ്സ് ആൻഡ് ഇൻ്റഗ്രേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. So according to his view, functionalism was an examination instrument, the essential for field work and for comparative analysis phenomena in different cultures. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഫങ്ഷണലിസം എന്ന് പറയുന്ന ഒരു എക്സാമിനേഷൻ ഇൻസ്ട്രുമെൻ്റ് ആണ്. അതായത് എസെൻഷ്യൽ ഫോർ ഫീൽഡ് വർക്ക്. ഒരു കൾച്ചറിനെ പറ്റിയുള്ള ഒരു സ്റ്റഡിയുടെ ഒരു ഫീൽഡ് വർക്കിൽ വളരെ എസെൻഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണ് ഫങ്ഷണലിസം. ആ ഒരു അപ്രോച്ച് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും, അല്ലെങ്കിൽ വളരെ നല്ല രീതിയിൽ വളരെ ഒരുപാട് കാര്യങ്ങൾ അൺകവർ ചെയ്യാൻ പറ്റും കൾച്ചറിൻ്റെ തന്നെ. So it allowed investigation in the parts of culture and the examination of culture from top to bottom. So functionalism approach നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കൾച്ചറിൻ്റെ ടോപ്പ് ടു ബോട്ടം ആയിട്ടുള്ള പല കാര്യങ്ങളും കമ്പാരിറ്റേറ്റീവ് സ്റ്റഡിയിലൂടെയും പല പാർട്ടുകൾ എടുത്തു വെച്ച് പഠിക്കുന്നതിലൂടെയും നമുക്ക് വളരെ ബ്രീഫായിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുമെന്നാണ് അദ്ദേഹം പറയുന്നത്. സോ അദ്ദേഹം ഫോളോ ചെയ്തൊരു അപ്രോച്ചാണ് ഫങ്ഷണലിസം മെയിനായിട്ട്. ഓക്കെ, സോ നെക്സ്റ്റ് വരുന്നതാണ് കുല എക്സ്ചേഞ്ച്. ഈ കുല എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മലിനോസ്കിയുമായിട്ട് നമ്മൾ ചേർത്ത് പറയേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കുല എക്സ്ചേഞ്ച്. സോ അദ്ദേഹത്തിൻ്റെ ഒരു റിസർച്ച് ആണിത്. ഹിസ് റിസർച്ച് ഫോക്കസ്ഡ് ഓൺ മെലനേഷ്യ എന്ന് പറയുന്നൊരു റീജിയൻ, അതായത് സൗത്ത് വെസ്റ്റേൺ പസഫിക് ഓഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്ന റീജിയനാണ്. പല രാജ്യങ്ങളും ചേരുന്നത്, ഐലൻഡ്സും ഒക്കെ ചേരുന്നത്. ആ റീജിയനിലെ ട്രോബ്രയാൻഡേഴ്സ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഐലൻഡ് ഗ്രൂപ്പേഴ്സാണ്. ആ പീപ്പിളിൽ നടത്തിയ ഒരു സ്റ്റഡിയാണിത്, അദ്ദേഹത്തിൻ്റെ ഒരു റിസർച്ചാണ്. ഇൻക്ലൂഡിങ് ദെയർ ഫോം ഓഫ് ഗിഫ്റ്റ് എക്സ്ചേഞ്ച് നോൺ ആസ് കുലാറിംഗ്. കുലാറിംഗ് എന്ന് പറയുന്നത് അവരുടെ ഒരു ഫോം ഓഫ് ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ആണ്. ആ ഒരു
പീപ്പിൾ, ആ ഒരു ആൾക്കാർക്കിടയിൽ നടക്കുന്ന ഒരു ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ആണ് ഈ കുല റിംഗ് എന്ന് പറയുന്നത്. ആ ഒരു ഗിഫ്റ്റ് എക്സ്ചേഞ്ചിനെ പറ്റി അദ്ദേഹം പഠിച്ചതാണ് ഈ കുല എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. സോ ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് പറഞ്ഞു തരാം. അതായത് ഇൻ മെലനേഷ്യ എവരി ഇയർ ദർ വാസ് എ സെറിമോണിയൽ എക്സ്ചേഞ്ച് ഓഫ് എ ബ്രേസ്ലെറ്റ് ആൻഡ് എ നെക്ലേസ് ദാറ്റ് ഇൻവോൾവ്ഡ് എ റിംഗ് ഓഫ് മെനി ഐലൻഡ്സ്. അതായത് ഈ മെലനേഷ്യയിൽ എല്ലാ വർഷവും എവരി ഇയർ ദർ വാസ് എ സെറിമോണിയൽ എക്സ്ചേഞ്ച്, ഒരു സെറിമോണിയൽ എക്സ്ചേഞ്ച് ഉണ്ട്, എക്സ്ചേഞ്ച് ഓഫ് എ ബ്രേസ്ലെറ്റ് ആൻഡ് എ നെക്ലസ്, ഒരു ബ്രേസ്ലെറ്റ് നെക്ലേസ് ദാറ്റ് ഇൻവോൾവ്ഡ് എ റിംഗ് ഓഫ് മെനി ഐലൻഡ്സ്. അത് ഒരു റിംഗ് ആണ്, അതായത് പല പല ഐലൻഡുകാരുടെ ഒരു റിംഗ് ആയിട്ടാണ് ഇത് കാണപ്പെടുന്നത്. അവർക്കിടയിൽ ഒരു ബ്രേസ്ലെറ്റും ഒരു നെക്ലേസിന്റെ എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട് എല്ലാ വർഷവും. ഇത് ഒരു സെറിമോണിയൽ ആയിട്ട് വളരെ വലിയൊരു പ്രോഗ്രാമായിട്ട് ഇത് നടക്കുന്നുണ്ട്. The items were not made of particularly expensive materials nor represented excellent craftsmanship. അപ്പോൾ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ബ്രേസ്ലെറ്റോ റിംഗോ നെക്ലേസോ ഒന്നുമല്ല. അതുപോലെ തന്നെ വലിയ എക്സലന്റ് ക്രാഫ്റ്റ്സ്മാൻഷിപ്പ് ഒന്നും കാണാൻ ഇതിലൊന്നും ഇല്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഈ ഒരു ഐലൻഡുകാർക്കിടയിൽ ഈ ഒരു നെക്ലേസും ബ്രേസ്ലെറ്റും ഇതിങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട് എല്ലാ വർഷവും. അപ്പൊ ഇതില് വളരെ കൗതുകമായി നമ്മളുടെ മെലിനോസ്കിക്ക്. അതെന്താണ് ഈ കൗതുകം? ഈ പറയുന്ന കാര്യം തന്നെയാണ്. ഇത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമല്ല, വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന വലിയൊരു ഫംഗ്ഷനാണ്, പക്ഷെ ഇത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമല്ല, വലിയ ക്രാഫ്റ്റ്സ്മാൻഷിപ്പ് ഉള്ള കാര്യമൊന്നുമല്ല. അപ്പൊ അതിൽ ഈ മെലിനോസ്കിക്ക് വളരെ ഭയങ്കരമായിട്ടുള്ള ഒരു അതിശയം തോന്നി. This led Malinowski to investigate what function this could provide for the islanders. അപ്പോൾ ഇതിനെ പറ്റി അദ്ദേഹം പഠിക്കാൻ തുടങ്ങി. So each trade was with two partners, ensuring each a new necklace and a new bracelet. അപ്പോൾ മെയിൻ ആയിട്ട് ഓരോ ട്രേഡ് നടക്കുന്നത് was with two partners, രണ്ട് പാർട്ട്നേഴ്സിന്റെ ഇടയിലായിരിക്കും. He found that each item traveled in the circle of islands in a different direction and linked over 700 various islands in the exchange of ritual. അപ്പം അദ്ദേഹം കണ്ടെത്തിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓരോ ഐറ്റവും ഈച്ച് ഐറ്റം ട്രാവൽഡ് ഇൻ എ സർക്കിൾ ഓഫ് ഐലൻഡ്സ്, ആ ഐലൻഡിന്റെ സർക്കിൾ അല്ല ഇത് ട്രാവൽ ചെയ്ത് വരും ഇൻ എ ഡിഫറെന്റ് ഡയറക്ഷൻ, പല ഡയറക്ഷനിലും ഇത് ട്രാവൽ ചെയ്ത് വരുന്നുണ്ട്. ആൻഡ് ലിങ്ക്ഡ് ഓവർ 700 വേരിയസ് ഐലൻഡ്സ് ഇൻ ദ എക്സ്ചേഞ്ച് റിച്വൽ. ഏകദേശം ഒരു 700ഓളം ഐലൻഡ്സ് ഇത് കവർ ചെയ്താണ് ഇത് വരുന്നത്. Through his observation, he found the annual Kula ring exchange to be associated with magic and kinship in ways far beyond the normal economic aspects of a trade. അപ്പം ഇത് ഒരു നോർമൽ എക്കോണമിക് ആസ്പെക്ട് ഓഫ് ട്രേഡ് ആയിട്ടല്ല അദ്ദേഹം കണ്ടത്. ഇത് ഇവർക്കിടയിലുള്ള മാജിക്, റിലീജിയൻ, കിൻഷിപ്പ് ഇതിൻ്റെയൊക്കെ ഒരു പ്രതീകമായിട്ടുള്ള ഒരു എക്സ്ചേഞ്ച് ആണ് ഈ നടക്കുന്നത് എന്ന് അദ്ദേഹം കണ്ടെത്തി. ഈ ഒരു നെക്ലേസും അല്ലെങ്കിൽ ഈ ഒരു ബ്രേസ്ലെറ്റും ഇതിൻ്റെ ഒരു എക്സ്ചേഞ്ച് ഇത്രയും ഐലൻഡ് ചേരുന്ന ഇത്ര ഐലൻഡുകൾക്കിടയിൽ ഇതിങ്ങനെ എക്സ്ചേഞ്ച് ആയിട്ട് ഓരോ വർഷവും എക്സ്ചേഞ്ച് ആയിട്ട് ഇങ്ങനെ വരുന്നത് അതൊരു നോർമൽ എക്കോണമിക് ആസ്പെക്ട് ഓഫ് ട്രേഡ് ആയിട്ടല്ല അദ്ദേഹം കണ്ടത്. അദ്ദേഹം കണ്ടത് ഇതൊരു exchange of Kula ring exchange to be associated with the magic, religion and kinship. Magic, religion, kinship ഇതിൻ്റെയൊക്കെ ഒരു എക്സ്ചേഞ്ച് ആയിട്ടാണ് അദ്ദേഹം കണ്ടത്. അതിനെ ആ ഒരു പെർസ്പെക്റ്റീവിലാണ് അദ്ദേഹം കണ്ടത്. സോ they have no knowledge of the total outline of any of their social structure. അപ്പം ഈ ഒരു ആൾക്കാർക്ക്, ഈ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന് അവരുടെ ഈ ഒരു സോഷ്യൽ സ്ട്രക്ചറിനെ പറ്റി യാതൊരു ഐഡിയയും ഇല്ല, യാതൊരു നോളജും ഇല്ല. ഇത് ഇത്രയും വലിയൊരു കാര്യമാണ്, ഇത്രയും വലിയൊരു എക്സ്ചേഞ്ച് ആണ് നടക്കുന്നത്, അത്രയും കൾച്ചറലി അല്ലെങ്കിൽ കിൻഷിപ്പ് പരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇവർക്കിടയിൽ എന്താണ് സംഭവിക്കുന്നത് ഇവർക്ക് അറിയത്തില്ല. They know their own motives. അവർ ജസ്റ്റ് ചെയ്യുന്നു, അവരുടെ മോട്ടീവ്സ് ചെയ്യുന്നു. know the purpose of the individual actions and the rules which apply to them. അവര് ശീലിച്ചു പോകുന്ന കാര്യം അവർ ശീലിക്കുന്നു. But how out of this the whole collective institutions shapes, this is beyond their mental range. അപ്പോൾ ഈ ഒരു എക്സ്ചേഞ്ച് കാരണം അല്ലെങ്കിൽ ഈ ഒരു കാര്യം ഇവരുടെ കിൻഷിപ്പ്, മാജിക് ഇതിനെയൊക്കെയാണ് ഇവര് ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യുന്നത് എന്ന് ഇവർക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല. ഇത്രയും വലിയൊരു കാര്യമാണ്, കൾച്ചറലി ഇത്രയും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണ് ഇവർ ചെയ്യുന്നത് എന്ന് ഇവർക്കൊരു ഐഡിയ ഇല്ല. ഓക്കെ, ഇവർ ചെയ്യുന്നത് എന്താണ്? നോർമലി ഇവർ വർഷങ്ങളായിട്ട് ശീലിച്ചു വരുന്ന കാര്യം, സോ ഇവരത് ഫോളോ ചെയ്യുന്നു. Not even the most intelligent native has any clear idea of the Kula as a big organized social construction. അവിടെ ആ ഒരു നേറ്റീവ് ആയിട്ടുള്ള വളരെ മോസ്റ്റ് ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു നേറ്റീവിന് പോലും ഒരു ക്ലിയർ ഐഡിയ ഇല്ല ഇവർ ഇത്രയും വലിയൊരു ബിഗ് ഓർഗനൈസ്ഡ് സോഷ്യൽ കൺസ്ട്രക്ഷൻ ആണ് ഇവർ ഉണ്ടാക്കുന്നതെന്ന് ഈ ഒരു കുല എക്സ്ചേഞ്ചിലൂടെ. ഇവർക്ക് ജസ്റ്റ് അറിയാവുന്ന എന്താണ്, ഇവര് ഫോളോ ചെയ്യുന്നു, വർഷങ്ങളായിട്ട് ഫോളോ ചെയ്യുന്നു. സോ ഇവര് അത് തന്നെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. അവർക്ക് ഒരു തരത്തിലുള്ള ഒരു ഐഡിയ ഇല്ല. ഒരു വളരെ ഓർഗനൈസ്ഡ് സോഷ്യൽ കൺസ്ട്രക്ഷൻ ആണ് ഇവരുണ്ടാക്കുന്നത്. സ്റ്റിൽ ലെസ് ഓഫ് ഇറ്റ് സോഷ്യോളജിക്കൽ ഫങ്ഷൻസ് ആൻഡ് ഇംപ്ലിക്കേഷൻസ്. അതിന്റെ സോഷ്യോളജിക്കൽ ഫങ്ഷൻസിനെ പറ്റിയോ അതിന്റെ ഇംപ്ലിക്കേഷൻസിനെ പറ്റിയോ ഒന്നും ഇവർക്ക് ഈ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന് യാതൊരു ഐഡിയ ഇല്ല. ഇതെല്ലാം അനലൈസ് ചെയ്തത് മലിനോസ്കിയാണ്. മലിനോസ്കി പറയുന്നത് ഈ ഒരു എക്സ്ചേഞ്ച് കാരണം ഇതൊരു എക്സ്ചേഞ്ച് ഓഫ് മാജിക്, റിലീജിയൻ, കിൻഷിപ്പ് ഇതിന്റെയൊക്കെ ഒരു എക്സ്ചേഞ്ച് ആണിത്. ഓക്കെ, സോ ആ ഒരു രീതിയിലാണ്, അതിനെയാണ് കുല എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്റ്റഡിയാണ് മലിനോസ്കിയുടെ. ഓക്കെ,
സോ ഇതുമായിട്ട് നമ്മൾ റിലേറ്റ് ചെയ്ത് പഠിക്കേണ്ട മെയിനായിട്ട് കാര്യം, ഇത് നടത്തിയ ഈ ഒരു സ്റ്റഡി, മെൽനോസ്കി ഒരു സ്റ്റഡി നടത്തിയത് മെൽനേഷ്യ എന്ന് പറയുന്ന ഒരു ഏരിയയാണ്, സൗത്ത് വെസ്റ്റേൺ പസഫിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത ഏരിയയാണ്. അദ്ദേഹം ഈ സ്റ്റഡി നടത്തുന്ന ആൾക്കാർ, ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ട്രോബ്രയാൻഡസ് എന്ന് പറയുന്ന പീപ്പിളാണ്. ട്രോബ്രയാൻഡ് ഐലൻഡാണ് ഇവർ മെയിനായിട്ട് താമസിക്കുന്നത്. സോ ഈ ഒരു നെക്ലൈസസും ഈ ഒരു ആംബാൻസും, നമ്മൾ ബ്രേസ്ലെറ്റ്സും ആണ് നമ്മൾ പറഞ്ഞത്. ഈ ഒരു നെക്ലൈസസിന് പറയുന്നത് സോലാവ എന്നാണ് അവർ പറയുന്നത്. സോലാവ എന്നാണ് അതിൻ്റെ ഒരു ടേം. അതുപോലെ ആംബാൻസ് അല്ലെങ്കിൽ നമ്മുടെ ബ്രേസ്ലെറ്റ്സിന് അവർ പറയുന്നത് മാലി എന്നാണ്. മാലി ആൻഡ് സോലാവ. ഇതും കൂടെ ഒന്ന് ജസ്റ്റ് നമ്മൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തൊന്ന് നോക്കി വെച്ചേക്ക്, ഇതിൻ്റെ ഒരു പേരുകളാണ്. ഓക്കെ, സോ നെക്സ്റ്റ് മാജിക്, സയൻസ് ആൻഡ് റിലീജിയൻ. മലിനോസ്കി മാജിക്, സയൻസ്, റിലീജിയൻ ഇതിനെ പറ്റിയൊക്കെ എന്താണ് പറഞ്ഞത്? സോ അക്കോർഡിംഗ് ടു മലിനോസ്കി, റിലീജിയൻ സാറ്റിസ്ഫൈസ് ആൻഡ് ഇൻ്റഗ്രേറ്റീവ് നീഡ്. മലിനോസ്കിയെ സംബന്ധിച്ച് റിലീജിയൻ എന്ന് പറയുന്നത് നമ്മളുടെ ഇൻ്റഗ്രേറ്റീവ് ആയിട്ടുള്ള നീഡിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഹി അറ്റംപ്റ്റഡ് ടു സീ സബ്ജക്ട്സ് ഫ്രീ ഫ്രം ഇന്റലക്ച്വൽ ആൻഡ് ഇമോഷണൽ പ്രജുഡിസസ്. അദ്ദേഹം സബ്ജക്റ്റുകളെ ഇന്റലക്ച്വൽ ആൻഡ് ഇമോഷണൽ പ്രജുഡിസിൽ നിന്നും വേർതിരിച്ച് പഠിക്കാൻ അദ്ദേഹം തുടങ്ങി. ഹി ആക്സെപ്റ്റഡ് ഡ്യുവൽ റിയാലിറ്റി കൺസെപ്റ്റ്. അദ്ദേഹത്തിന് ഒരു കൺസെപ്റ്റ് ഉണ്ട്, ഒരു ഡ്യുവൽ റിയാലിറ്റി കൺസെപ്റ്റ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. There is the reality of the natural world which is inbuilt in observations and a rational process that takes to the mastery. ഒരു റിയാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ നാച്ചുറൽ വേൾഡിലുള്ള റിയാലിറ്റി, അതായത് നമ്മളുടെ ഒബ്സർവേഷനുകളിലൂടെയും നമ്മളുടെ റാഷണൽ പ്രോസസ്സുകളിലൂടെ നമ്മൾ മാസ്റ്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ പാണ്ഡിത്യം, നമ്മൾ ആ ഒരു പാണ്ഡിത്യത്തിലെത്തുന്ന നമ്മളുടെ നാച്ചുറൽ വേൾഡ്, നമ്മൾ സാധാ എന്താ നമ്മൾ ഓരോ കാര്യങ്ങൾ ഒബ്സർവേഷനിലൂടെയും മറ്റ് പഠനങ്ങളിലൂടെയും നമ്മൾ കണ്ടെത്തുന്ന കാര്യങ്ങൾ, അത് ഉൾപ്പെടുന്ന ഒരു വേൾഡ്, നാച്ചുറൽ വേൾഡ്. ഇനി അടുത്തതെന്ന് പറയുന്നത് ഒരു സൂപ്പർ നാച്ചുറൽ വേൾഡ് ആണ്. ആൻഡ് ദെൻ കം സൂപ്പർ നാച്ചുറൽ റിയാലിറ്റി വിച്ച് ഇസ് ബിൽഡ് അപ്പോൺ ഇമോഷണൽ ആൻഡ് സൈക്കോളജിക്കൽ നീഡ്സ് വിച്ച് ഗീവ് ബർത്ത് ടു ഫെയ്ത്ത്. അതുപോലെ തന്നെ മറ്റൊരു വേൾഡ് ഉണ്ട് നമുക്ക്, സൂപ്പർ നാച്ചുറൽ വേൾഡ്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇമോഷണലും സൈക്കോളജിക്കലുമായിട്ടുള്ള കാര്യങ്ങളിലാണ് അത് ബിൽഡ് ആയിരിക്കുന്നത്, നമ്മുടെ സൂപ്പർ നാച്ചുറൽ വേൾഡ്. അതായത് വിച്ച് ഗേവ്സ് ബർത്ത് ടു ഫെയ്ത്ത്. നമ്മൾ ഈ ഫെയ്ത്ത് എന്ന് പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു ജീവൻ കൊടുത്തത് നമ്മളുടെ ഈ ഒരു സൂപ്പർ നാച്ചുറൽ വേൾഡിനാണ്. രണ്ട് റിയാലിറ്റി ഉണ്ട് വേൾഡിന്. നമ്മളിപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും എല്ലാവരും കാണുന്ന, നമ്മൾ പറയുന്ന ഒരു നമുക്ക് ഭാഗ്യം ഉണ്ടെന്ന് പറയും, നമ്മളുടെ വിധി അതാണെന്നൊക്കെ പറയും. സോ ഈ ഒരു ടേംസ് ഒക്കെ അല്ലെങ്കിൽ ഈ ഒരു കൺസെപ്റ്റ് ഒക്കെ നമ്മളുടെ ഒരു സൂപ്പർ നാച്ചുറൽ റിയാലിറ്റിയിലും നമ്മൾ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ കണ്ടെത്തിയ കാര്യങ്ങൾ, അതെല്ലാം നാച്ചുറൽ റിയാലിറ്റിയിലുമാണ് വരുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂ ആണ്. അദ്ദേഹത്തിന് രണ്ട് റിയാലിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, സോ Malinowski got science not from magic but by man's capability to gather knowledge. അപ്പം അദ്ദേഹം സയൻസിനെ കണ്ടത് നോട്ട് ഫ്രം മാജിക്കിൽ നിന്നല്ല, ബട്ട് ബൈ മാൻസ് capability to gather knowledge as displayed by Trobriand specialized skills of gardening, building ships etc. opposite to it. അതായത് ട്രോബ്രയാൻഡസിന്റെ ഗാർഡനിങ്, ബിൽഡിംഗ് ഷിപ്സ്, അവർക്ക് അതിലൊക്കെ ഉള്ള ഒരു കഴിവ്, അതിനെ പ്യുവറായിട്ട് സയൻസ് ആയിട്ടാണ്, അതിനെ ഒരു മാജിക്കിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് കാണുന്നത്. അതേസമയം മെലിനോസ്കി ബിലീവ്ഡ് മാജിക് coexisted with these abilities as an organized reaction. ഇവർ ഇതൊക്കെ ചെയ്യുന്നെങ്കിലും ഇവരുടെ ഉള്ളിൽ അല്ലെങ്കിൽ മാജിക് കോഎക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇവർക്ക് വിധിയിലും അല്ലെങ്കിൽ മറ്റുള്ള അന്ധവിശ്വാസങ്ങളിലും അങ്ങനെയുള്ളൊരു കൈൻഡ് ഓഫ് പോയിന്റ് ഓഫ് വ്യൂ ഉണ്ട് അവർക്ക്. ഓക്കെ, അവരിതെല്ലാം സയന്റിഫിക് ആയിട്ടും ഒരേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അതേസമയം അതിൽ കോഎക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഓർഗനൈസ്ഡ് റിയാക്ഷൻ ആയിട്ട് മാജിക്കും അവിടെ കൂടെ ഉണ്ട്. ഓക്കെ, so he explained and separated between magic and religion by defining a magic system as a pragmatic in their points and a religious framework as self-fulfilling rituals. അപ്പോൾ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മാജിക്കും റിലീജിയനെയും സെപ്പറേറ്റ് ചെയ്യുന്നത്, മാജിക് എന്ന് പറയുന്നത് ഒരു പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള ഒരു സിസ്റ്റവും അതുപോലെ തന്നെ റിലീജിയസ് ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത് ഒരു സെൽഫ് ഫുൾഫില്ലിംഗ് ആയിട്ടുള്ള റിച്വൽസുമായിട്ടാണ്. ഓക്കെ, അപ്പം മാജിക് എന്ന് പറയുന്ന ഒരു പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള ഒരു കാര്യവും അതുപോലെ തന്നെ റിലീജിയസ് ഫ്രെയിംവർക്ക് എന്ന് പറയുന്ന ഒരു നമുക്ക് സെൽഫായിട്ടുള്ള ഒരു ഫുൾഫില്ലിംഗ് ആയിട്ടുള്ള റിച്വൽസിനും അതിനും വേണ്ടിയുള്ളൊരു റിലീജിയസ് ഫ്രെയിംവർക്ക് ആയിട്ടാണ് റിലീജിയനെ അദ്ദേഹം കാണുന്നത്. സോ മാജിക്, റിലീജിയൻ, കിൻഷിപ്പ് അങ്ങനെയുള്ള പല കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുന്നുണ്ട്. സോ നെക്സ്റ്റ് അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ് കിൻഷിപ്പിനെ പറ്റി അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്. അതായത് he observed that kinship wasn't just about blood ties and genealogy but played a crucial role in organizing social life and fulfilling practical needs within the communities. സോ അദ്ദേഹം കിൻഷിപ്പിനെ കാണുന്നത് വെറും ഒരു ബ്ലഡ് ടൈസ് ആയിട്ട് മാത്രമല്ല, അപ്പോൾ അതിനും പുറമെ കിൻഷിപ്പിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് കിൻഷിപ്പാണ് നമ്മളുടെ ഒരു ക്രൂഷ്യൽ റോള് വഹിക്കുന്നത് ഇൻ ഓർഗനൈസിങ് സോഷ്യൽ ലൈഫ്. നമ്മുടെ സോഷ്യൽ ലൈഫ് ഓർഗനൈസ് ചെയ്യുന്നതിൽ കിൻഷിപ്പിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പങ്കുണ്ട്. ആൻഡ് ഫുൾഫില്ലിംഗ് പ്രാക്ടിക്കൽ നീഡ്സ് വിത്തിൻ കമ്മ്യൂണിറ്റീസ്. നമ്മുടെ കമ്മ്യൂണിറ്റീസിനുള്ളിൽ തന്നെയുള്ള നമ്മളുടെ പ്രാക്ടിക്കൽ നീഡ്സ് ഫുൾഫില്ല് ചെയ്യുന്നതിൽ കിൻഷിപ്പിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പങ്കുണ്ട്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ്. കിൻഷിപ്പ് എന്ന് പറയുന്നത് വെറും ഒരു ബ്ലഡ് ടൈസ് ആയിട്ടല്ല അദ്ദേഹം കണ്ടത്,
ബട്ട് പ്ലേഡ് എ ക്രൂഷ്യൽ റോൾ ഇൻ ഓർഗനൈസിങ് സോഷ്യൽ ലൈഫ്. നമ്മളുടെ സോഷ്യൽ ലൈഫ് ഓർഗനൈസ് ചെയ്യുന്നതിൽ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പങ്ക് വഹിക്കുന്നത് കിൻഷിപ്പാണ്. അതുപോലെ തന്നെ ഫുൾഫില്ലിംഗ് പ്രാക്ടിക്കൽ നീഡ്സ് വിത്തിൻ കമ്മ്യൂണിറ്റീസ്, നമ്മളുടെ കമ്മ്യൂണിറ്റീസിനുള്ളിലെ തന്നെ പ്രാക്ടിക്കൽ നീഡ്സ് ഫുൾഫിൽ ചെയ്യുന്നത്. Malinowski believed there is a horizontal relationship between different institutions. ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും അതിൻ്റെതായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഹൊറിസോണ്ടൽ റിലേഷൻഷിപ്സ് ഉണ്ട്. ഒരു സൊസൈറ്റിയിൽ ഒരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള റിലേഷൻഷിപ്സ് എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും തമ്മിൽ പാലിക്കുന്നുണ്ട്. ഫോർ ഇൻസ്റ്റൻസ്, കിൻഷിപ്പ് cannot be explained separately from economics and economics from politics etc. അതായത് ഇപ്പോൾ കിൻഷിപ്പിൻ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ നമ്മുടെ എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ നിന്നും വേർതിരിച്ച് മാറ്റി നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ എക്കണോമിക്സിനെ നമുക്ക് പൊളിറ്റിക്സിൽ നിന്നും സെപ്പറേറ്റ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിനെല്ലാം തമ്മിലൊരു റിലേഷൻഷിപ്പ് ഉണ്ടെന്നാണ് മലിനോസ്കി പറയുന്നത്. ഒരു സൊസൈറ്റിയിലെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും തമ്മിൽ എന്താണ്, ഒരു ഹൊറിസോണ്ടലി എന്താണ്, ഒരു റിലേഷൻ ഉണ്ട്, തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു റിലേഷൻ ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. സോ ഇതാണ് അദ്ദേഹം കിൻഷിപ്പിനെ പറ്റി പറയുന്നത്. ഇപ്പോൾ മാജിക്, റിലീജിയൻ, കിൻഷിപ്പ് ഇതിനെപ്പറ്റി എല്ലാം വളരെ വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഉള്ള അല്ലെങ്കിൽ വളരെ വ്യക്തമായിട്ടുള്ള തിയറീസ് പ്രൊവൈഡ് ചെയ്ത ഒരു വ്യക്തിയാണ് മലിനോസ്കി. ഓക്കെ, സോ അദ്ദേഹത്തിൻ്റെ വളരെ മേജർ ആയിട്ടുള്ള വർക്ക്സ് നമുക്ക് നോക്കാം. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ദ ട്രോബ്രയൻ ഐലൻഡ്സ് 1915 എഴുതിയത്. ദെൻ ആർഗനോട്ട്സ് ഓഫ് ദ വെസ്റ്റേൺ പസഫിക് 1922, ദ സെക്ഷൽ ലൈഫ് ഓഫ് സാവേജസ് ഇൻ നോർത്ത് വെസ്റ്റേൺ മലനേഷ്യ 1929, Coral Gardens and Their Magic, a study of the methods of tilling soil and agricultural rights in the Trobriand Islands 1935, Scientific Theory of Culture 1944, Magic, Science and Religion 1948, അദ്ദേഹത്തിൻ്റെ ഒരു വർക്കാണ് മാജിക്, സയൻസ് ആൻഡ് റിലീജിയൻ. Then the Dynamics of Cultural Change in 1945, and a diary in the strict sense of the term 1967. ഇത്രയാണ് ഇതിൽ അദ്ദേഹത്തിൻ്റെ വളരെ മേജർ ആയിട്ടുള്ള വർക്ക്സ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദ ട്രോബ്രയൻ ഐലൻഡ്സും അതുപോലെ തന്നെ സയൻറ്റിഫിക് തിയറി ഓഫ് കൾച്ചർ, മാജിക്, സയൻസ് ആൻഡ് റിലീജിയൻ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ മലിനോസ്കിയെ പറ്റി നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പഠിക്കേണ്ട ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം കുല എക്സ്ചേഞ്ച്. കുല എക്സ്ചേഞ്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു തിയറിയിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷനാണ് കുല തിയറി. അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റഡിയാണ്, ഒരു റിസർച്ച് ആയിരുന്നു അത്. ഒരു ട്രോബ്രയൻഡ് ഐലൻഡേഴ്സിനെ പറ്റിയുള്ള ഒരു സ്റ്റഡിയാണ്. അവർക്കിടയിൽ നടക്കുന്ന, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവർക്കിടയിൽ നടക്കുന്ന ഒരു കൾച്ചറൽ എക്സ്ചേഞ്ചുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള, അത് അത്രയും വലിയൊരു കൾച്ചറൽ എക്സ്ചേഞ്ച് ആണെന്ന് അറിയാതെ അത് നടത്തിക്കൊണ്ട് പോകുന്നത് ഒബ്സർവ് ചെയ്തൊരു വ്യക്തിയാണ് മലിനോസ്കി. അപ്പം അത് എത്രത്തോളം വലിയൊരു സ്ട്രക്ചറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് കണ്ടെത്തിയൊരു വ്യക്തിയാണ് നമ്മുടെ മലിനോസ്കി. അദ്ദേഹത്തിൻ്റെ ഒരു വർക്കായിരുന്നു ട്രോബ്രയൻഡ് ഐലൻഡേഴ്സിനെ വെച്ചുള്ള ഒരു വർക്കാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കുല എക്സ്ചേഞ്ച്. ഓക്കെ, ദെൻ അദ്ദേഹം സയൻറ്റിഫിക് തിയറി ഓഫ് കൾച്ചർ, അതുപോലെ തന്നെ മാജിക്, സയൻസ് ആൻഡ് റിലീജിയൻ, ദെൻ കിൻഷിപ്പ്, ഇതിനെല്ലാം പറഞ്ഞ ഓരോരോ പോയിന്റുകൾ, അദ്ദേഹത്തിൻ്റെ ഓരോരോ പോയിന്റുകൾ, അതിനെപ്പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ ധാരണകൾ, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, സോ ഇത്രയുമാണ് മെയിനായിട്ട് മലിനോസ്കിയെ പറ്റി നമുക്ക് നോക്കാനുള്ളത്. അപ്പം മലിനോസ്കി ഇനി ഒരുപാടുണ്ട്, പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഈ കുല എക്സ്ചേഞ്ച്, അദ്ദേഹത്തിൻ്റെ ഒരു വർക്ക്. സോ ഇത്രയുമാണ് മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് മലിനോസ്കിയിൽ. ദെൻ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അടുത്ത സോഷ്യോളജിസ്റ്റിനെ പറ്റി പഠിക്കാം. ടോട്ടലി 5 സോഷ്യോളജിസ്റ്റ് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു പോർഷനും ഈ ഒരു പോർഷനും കഴിയും. സോ സോഷ്യോളജിക്കൽ ട്രഡീഷണൽ മെത്തേഡ് കഴിഞ്ഞ് നെക്സ്റ്റ് നമ്മുടെ ഈ ഒരു സ്ട്രക്ചറൽ ഫങ്ഷണലിസവും കൂടെ കഴിയും. ഈ ഒരു 5 സോഷ്യോളജിസ്റ്റും കൂടെ കഴിയുമ്പോൾ. സോ ഐ തിങ്ക് ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ആൻഡ് താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഉടനെ കാണാം.